നമുക്കൊരു ഡയബറ്റിക് പേഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഡയറ്ററി മോഡിഫിക്കേഷൻസ് വരുത്തണം എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ ഹൈ ഫൈബറും ലോ ഗ്ലൈസിമിക് ഇൻഡെക്സുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. അതായത് ഹോൾ ഗ്രെയിൻസ്, ഇപ്പം മുഴുധാന്യങ്ങൾ ഉപയോഗിക്കുക, അതേപോലെ ഓട്സ്, കീൻവ, മില്ലറ്റുകൾ, ചെറുധാന്യങ്ങളായിട്ടുള്ളവയൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെയാണ് നമ്മുടെ പച്ചക്കറികളും ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് വളരെയധികം നല്ലതാണ്. ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിയുമ്പം അത് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ബ്ലഡിൽ ഷുഗറിൻ്റെ അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് എത്ര അധികം അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് ഉയർത്തുന്നു എന്ന് കാണിക്കുന്ന ഒരു വാല്യൂ ആണ്, ഒരു നമ്പറാണ്. അപ്പം നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഓട്സ്, കീൻവ, അതേപോലെ ചെറുധാന്യങ്ങളൊക്കെ കുറച്ച് ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളവ, അതായത് പഞ്ചസാര വളരെ പെട്ടെന്നല്ല, വളരെ പതുക്കെ സ്റ്റഡി ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നവയും നമ്മുടെ ചോറ് അല്ലെങ്കിൽ നമ്മുടെ ഗോതമ്പ് മുതലായവ ഹൈ ഗ്ലൈസിമിക് അല്ലെങ്കിൽ മോഡറേറ്റ് ടു ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളവയാണ്. ഇവ നമ്മുടെ ബ്ലഡിൽ ഈ ഷുഗറിൻ്റെ ഇൻക്രീസ് അല്ലെങ്കിൽ ആ സ്പൈക്ക് എന്ന് പറയുന്നത് സഡൻ ആയിട്ട് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് കുറയ്ക്കാൻ എപ്പോഴും ഹെൽപ്പ് ചെയ്യുക. ഇതെപ്പോഴും നമ്മളൊരു പ്രോട്ടീൻ ഫൈബർ കമ്പൈൻഡ് ആയിട്ട് കഴിക്കുമ്പോൾ ഇത് ആ ഒരു സ്റ്റഡി ആയിട്ട് ഫോളോ ചെയ്യാൻ നമുക്ക് പറ്റും. രണ്ടാമതായി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള മീൽ കഴിക്കുക. അതായത് എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം അതിലൊരു നല്ല കാർബോഹൈഡ്രേറ്റ് സോഴ്സും ഒരു പ്രോട്ടീൻ സോഴ്സും നല്ല ഫാറ്റ് സോഴ്സും നമ്മൾ ഉണ്ടെന്ന് എപ്പോഴും ഉറപ്പ് വരുത്തുക. ഷുഗറിൻ്റെ അബ്സോർപ്ഷൻ നമ്മുടെ ബ്ലഡിലേക്കുള്ളത് സ്ലോ ആക്കുന്നതും നമ്മുടെ ബ്ലഡ് ഷുഗർ സ്റ്റഡി ആക്കി നിർത്തുന്നതുമാണ് നമ്മുടെ ഫൈബറുകളുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ഈ ബാലൻസ്ഡ് മീൽ നമുക്ക് ഫോളോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്ലേറ്റിംഗ് മെത്തേഡ് അല്ലെങ്കിൽ പോർഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എപ്പോൾ കഴിക്കുമ്പോഴും ഈ ഒരു പ്ലേറ്റിംഗ് മെത്തേഡ് ഫോളോ ചെയ്യുക. എന്താണിത്? ഒരു 8 ഇഞ്ചിൻ്റെ പ്ലേറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 1/4 പോർഷൻ മാത്രം നമ്മുടെ കാർബോഹൈഡ്രേറ്റ് സോഴ്സ് എടുക്കുക. ദെൻ ഒരു 1/4 പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രോട്ടീൻ സോഴ്സ് എടുക്കുക. റിമെയിൻ ഹാഫ് പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ നോൺ സ്റ്റാർച്ചി ആയിട്ടുള്ള അല്ലെങ്കിൽ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ നമ്മൾ എടുക്കുക. ഈ ഒരു രീതിയിൽ നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. ഇതിലെവിടെയാണ് കൊഴുപ്പെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം തോരനൊക്കെ ഉപയോഗിക്കുന്ന തേങ്ങ, എണ്ണ, ഇതൊക്കെ നമ്മുടെ കൊഴുപ്പിൻ്റെ സോഴ്സുകളാണ്. ഈ നാലാമതായിട്ട് നമ്മൾ വരുത്തേണ്ട മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആഡഡ് ആയിട്ടുള്ള ഷുഗേഴ്സ് നമ്മൾ ഒഴിവാക്കുക. അതേപോലെ തന്നെ ഷുഗറി ഡ്രിങ്ക്സും ബേക്കറീസ്, സ്വീറ്റ്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കുക. നമ്മൾ എന്ത് സാധനം വാങ്ങുമ്പോഴും അതിൻ്റെ ലേബിൾ നമ്മൾ ചെക്ക് ചെയ്യുക. അതിൽ നമ്മൾ ട്രാൻസ് ഫാറ്റ് കാണുകയാണെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ കാണാത്ത ഹിഡൻ ആയിട്ടുള്ള ആഡഡ് ഷുഗേഴ്സ് ഉണ്ടാവും. ഷുഗറിന് അവർ ലേബിൾ കൊടുക്കണമെന്നില്ല. ചിലപ്പോൾ അത് ഡെക്സ്ട്രോസെന്നോ മാൾട്ടോസ് സിറപ്പെന്നോ അല്ലെങ്കിൽ കോൺ സിറപ്പെന്നൊക്കെ ആയിരിക്കും കൊടുക്കുക. അതും ഷുഗറിൻ്റെ ഫോം തന്നെയാണ്. അങ്ങനെ നമ്മൾ കാണുകയാണെങ്കിൽ അവയെ നമ്മൾ മാറ്റി നിർത്തുക അല്ലെങ്കിൽ ചെറിയ അളവിൽ മാത്രം ഉപയോഗിക്കുക. അഞ്ചാമതായി ചെയ്യേണ്ടത് നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കുക. എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ബോഡി വെക്കുക. ഏകദേശം ഒരു 8 to 10 ഗ്ലാസസ് ഓഫ് വാട്ടർ നമ്മൾ കുടിക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് ഇതിൽ തന്നെ നമ്മൾ ആൽക്കഹോളോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പാക്കേജ്ഡ് ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും ഇതിൽ കൗണ്ട് ചെയ്യുന്നതല്ല. നമ്മൾ പ്ലെയിൻ വാട്ടർ അല്ലെങ്കിൽ ഈവൻ ഫ്രൂട്ട് ജ്യൂസുകളാണെങ്കിൽ തന്നെ നമ്മൾ ഫൈബർ ഉള്ള ഫ്രൂട്ട് ജ്യൂസ്, അതായത് അത് അരിച്ച് അതിൻ്റെ നാരുകളൊന്നും കളയാത്ത ഹോൾ ഫ്രൂട്ട് ജ്യൂസുകളാണെങ്കിൽ നമുക്ക് കുടിക്കാവുന്നതാണ്. ആറാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് സ്റ്റഡി ആയിട്ട് ഫിക്സ്ഡ് ആയിട്ട് ഒരു മീൽ പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുക. അതായത് ഒരു ടൈമിംഗ് വെക്കുക. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന ടൈമിന് കഴിക്കണം, ലഞ്ച് ഇന്ന ടൈമിന് കഴിക്കണം, അല്ലെങ്കിൽ സപ്പർ ഇന്ന ടൈമിന് കഴിക്കണം എന്ന് നമ്മൾ ടൈം ഫിക്സ് ആക്കി കഴിക്കുക. അത് തന്നെ നമ്മുടെ ബോഡിയിലുള്ള പല എൻസൈംസിൻ്റെയും ഹോർമോൺസിൻ്റെയും ഒക്കെ ഒരു റെഗുലേറ്റഡ് പ്രോപ്പർ ഫംഗ്ഷനിങ്ങിന് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, ചില ഡോക്ടേഴ്സ് ചില മെഡിസിൻസ് തരുമ്പോൾ നമുക്ക് പറയാറില്ല ഈ മരുന്ന് സ്ഥിരമായിട്ട് ഒരു ടൈമിൽ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അതായത് ആ മെഡിസിൻ്റെ മാക്സിമം എഫക്റ്റ് നമ്മുടെ ബോഡിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ബോഡി എപ്പോഴും ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടൈമിംഗ് നമ്മൾ വെക്കുന്നതും മീൽസ് സ്കിപ്പ് ചെയ്യാതിരിക്കുന്നതും നമുക്ക് ബോഡിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ആറ് ഡയറ്ററി മോഡിഫിക്കേഷൻസ് നമ്മളൊരു ഡയബറ്റിക് പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് മാക്സിമം അത് റെഗുലേറ്റ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് നമുക്ക് മെഡിസിൻസും ഫോളോ ചെയ്ത് പോകാവുന്നതാണ്. ഭക്ഷണം മാത്രം നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് നമുക്കൊരു കംപ്ലീറ്റ് കൺട്രോൾ നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിൽ കിട്ടില്ല. ഭക്ഷണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടറാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ ചില മോഡിഫിക്കേഷൻസ് കൂടി നമ്മൾ വരുത്തിയാൽ നമുക്ക് മൊത്തമായിട്ട് നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിനെ ഹെൽത്തി ആൻഡ് കൺട്രോൾ സ്റ്റേജിൽ നമുക്ക് കൊണ്ടുവന്നതാണ്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിൽ മെയിനായിട്ട് നമുക്ക് വരുന്നതാണ് നമ്മുടെ ബോഡിക്ക് മൂവ്മെൻറ്റ്സ് റെഗുലറായിട്ട് നമ്മൾ കൊടുക്കുക. അതായത് സ്ഥിരമായിട്ട് ഇരിക്കുക അല്ലെങ്കിൽ അധികം ബോഡി അനങ്ങാത്ത വർക്ക് ചെയ്യുന്നവരൊക്കെ ഒരു മിനിമം 150 മിനിറ്റ് എങ്കിലും ഒരു ആഴ്ചയിൽ ഒരു എക്സസൈസ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ബ്രിസ്ക് വാക്ക് രീതിയിലോ സൈക്ലിംഗ്, സ്വിമ്മിംഗ് രീതിയിലൊക്കെ ആക്ടിവിറ്റീസ് മൂവ്മെൻറ്റ്സ് ബോഡിക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരാഴ്ചയിൽ 2 to 3 പ്രാവശ്യമെങ്കിലും വെയിറ്റ് ലിഫ്റ്റിങ്ങോ, അതായത് വലിയ വെയിറ്റ് എടുക്കുന്നല്ല ചെറിയ നമ്മുടെ മസിൽസ് ഒക്കെ ആക്ടിവേറ്റ് ആവുന്ന രീതിയിൽ വെയിറ്റ് ബിയറിംഗ് എക്സസൈസുകളോ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങോ ഒക്കെ ചെയ്യാൻ നോക്കുക. കാരണം ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസിന്റെ ഫംഗ്ഷൻസിനെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ മസിൽസ് ഈ ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്ത് ഇതിനെ ബ്ലഡിൽ റെഗുലേറ്റ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ റെഗുലർ എക്സസൈസ് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യുക.
പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് സ്ട്രെസ്സ് മാനേജ് ചെയ്യുക. നമ്മളൊക്കെ വലിയ കാര്യമാക്കാതെ വിടുന്ന ഒരു കാര്യമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അത് നമ്മൾ മാനേജ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഹൈപ്പർ ടെൻഷൻ പോലുള്ള കണ്ടീഷൻസ് കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഈ സ്ട്രെസ്സ് കൂടുമ്പോൾ നമ്മുടെ ബോഡിയിൽ അതേപോലെ ഗ്ലൂക്കോസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷുഗർ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പല ഹോർമോണുകളും പ്രൊഡ്യൂസ് ആവും. സോ അതുകൊണ്ട് തന്നെ യോഗ പോലുള്ള ഇത് ഫോളോ ചെയ്തിട്ട് അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് ബ്രീത്തിങ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുക. മൂന്നാമതായിട്ട് നമ്മൾ അധികം കാര്യമാക്കാതെ വിടുന്ന ഒന്നാണ് നമ്മുടെ ഉറക്കം ശരിയായില്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെവലപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഇൻസുലിൻ റെസിസ്റ്റൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ ബോഡിക്ക് ഇൻസുലിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയാണത്. അത് നമ്മൾ ഈ ഉറക്കക്കുറവ് കൊണ്ട് നമുക്ക് സംഭവിക്കാവുന്നതാണ്. അതായത് മിനിമം ഒരു 7 to 9 hours എങ്കിലും നമ്മൾ ഉറങ്ങാൻ ട്രൈ ചെയ്യുക. ഈ ഡയറ്ററി മോഡിഫിക്കേഷനും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഒക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ ബ്ലഡ് ഷുഗർ നമ്മളൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം ഈ ഫുഡും എക്സസൈസും ഒക്കെ നമ്മുടെ ഈ ഒരു ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഏത് രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കൂടെ തന്നെ നമുക്ക് ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ മെഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ ഓവർഡോസ് എടുക്കാതെ നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം സ്മോക്കിംഗ് അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് തുടങ്ങിയ ബാഡ് ഹാബിറ്റ്സ് നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ഇതിൻ്റെയൊക്കെ പുറത്ത് തന്നെ നമ്മൾ എഴുതി കാണുന്നുണ്ടല്ലേ ഇത് ആരോഗ്യത്തിന് മോശമാണെന്നുള്ളത്. അത് നമ്മളൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ ആരോഗ്യത്തിന് എത്രമാത്രം ഇത് ഹാനിയാവും. അതിപ്പോൾ ഡയബറ്റിക് ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും ഒക്കെ ഇത് വളരെ മോശമാണ്. കംപ്ലീറ്റ് ആയിട്ട് അത് ക്വിറ്റ് ചെയ്യാൻ തന്നെ നമ്മൾ ട്രൈ ചെയ്യുക. ഈ ഒരു 2 രീതി, അതായത് ഡയറ്ററി മോഡിഫിക്കേഷൻസും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും നമ്മൾ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ഡയബറ്റീസിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് മെഡിക്കേഷൻസിലൊപ്പം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്.